ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ കൊണ്ടുള്ള മിഠായിയാണ്. മിഠായി തുറക്കാൻ നേരത്ത് എന്ത് കാണും? പേന. ഇതിന് പേപ്പർ പേനാന്നോ മിഠായി പേനാന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാൻ പറ്റും. ഇതുണ്ടാക്കാനായിട്ട് വൈറ്റ് കളറിലെ ഒരു ഇച്ചിരി കട്ടിയുള്ള പേപ്പർ വേണം. കാരണം നമുക്കത് മടക്കിയെടുക്കാൻ നേരത്ത് A4 സൈസ് പേപ്പറൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പ്ലോളാന്ന് താന്നു പോവും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് നമ്മൾ ഈ ഷർട്ടൊക്കെ വാങ്ങാൻ നേരത്ത് അടിയിൽ ഇച്ചിരി കട്ടിക്ക് കിട്ടിയാലേ ആ പേപ്പറാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് ഇച്ചിരി കട്ടിയുണ്ടല്ലോ, അപ്പം നമുക്ക് മടക്കിയാൽ മടങ്ങണ രീതിയിൽ അങ്ങനെ ഇരിക്കും. ഇതിന് അത് 9 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ആദ്യത്തെ ഒരു പാർട്ടിന് നടുക്ക് ഭാഗം 5 സെൻറ്റിമീറ്ററും ബാക്കി 2 ഭാഗം 2 സെൻറ്റിമീറ്ററുമായിട്ട് 3 പാർട്ടായിട്ട് ഭാഗിച്ചു. ഒരു സൈഡ് നമ്മൾ 1 സെൻറ്റിമീറ്ററും ബാക്കിയെല്ലാം 2 സെൻറ്റിമീറ്റർ വീതം 3 പാർട്ടായിട്ട് ടോട്ടൽ 4 പാർട്ട് ആയിട്ട് അങ്ങനെ ഭാഗിച്ചു വെക്കണത്. അത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ അകത്ത് ഡിസൈനൊക്കെ മിഠായിയുടെ പോലത്തെ ഡിസൈനൊക്കെ ചെയ്ത് കട്ട് ചെയ്തു. പിന്നെ അത് നമ്മൾ ഒരു പേന തീരാറായ റീഫില്ലർ അല്ലെങ്കിൽ റീഫില്ലർ കട്ട് ചെയ്യാൻ നേരത്ത് മഷിയെല്ലാം അടവാകും. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗമായ റീഫില്ലർ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഫോം ഷീറ്റ് നമ്മൾ ചുറ്റിയേക്കണം. 2 ലെയറായിട്ട് ചുറ്റിയേക്കുവാണ്. ഗിൽറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് എടുക്കുമായിരിക്കും നല്ലത്. ഞാൻ ഗിൽറ്ററുള്ള ഫോം ഷീറ്റ് കാരണം എൻ്റെ കയ്യിലും എല്ലായിടത്തും ഗിൽറ്റ് ഇങ്ങനെ എല്ലായിടവും ഗിൽറ്റായി റൂമും ഒക്കെ ഗിൽറ്റായിട്ട് പോയിരിക്കുമായിരുന്നു. ഗിൽറ്റ് ഇല്ലാത്തതായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാനായിട്ട് എനിക്ക് ആ ഗമ്മൊന്നും വെച്ചിട്ട് ആ ഫോം ഷീറ്റ് അങ്ങ് കറക്റ്റായിട്ട് ഒട്ടി വന്നില്ല. അത് കാരണം ഞാൻ അടിയിൽ റബ്ബർ ബാൻഡ് ചുറ്റി അങ്ങ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇച്ചിരി ഗമ്മ് വെച്ച് ഒരു സൈഡിലോട്ട് ഈ പേനയുടെ ഭാഗം ഇറക്കി വെച്ചിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ അടയ്ക്കണ രീതിയിൽ അത് ഇച്ചിരി കറക്റ്റ് ഭാഗമാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഫിക്സായിട്ട് ചെയ്ത് അതിൻ്റെ അളവിൽ ഫിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാനും പറ്റും. ഈ ഒരു കാണാൻ നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ളൊരു പേനയാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ പേന മിഠായി അല്ലെങ്കിൽ മിഠായി പേന ഇപ്പോൾ 50 പൈസയ്ക്ക് റീഫില്ലർ കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ പണ്ട് ഒരു പേന വാങ്ങിച്ച് 1 വർഷം ഉപയോഗിക്കുമായിരുന്നു. കാരണം മഷി തീർന്ന് ഞാൻ നേരത്ത് റീഫില്ലർ വാങ്ങും. 50 പൈസ കൊടുത്ത് റീഫില്ലർ വാങ്ങും. അല്ലെങ്കിൽ 50 പൈസ ഒരു 3-4 രൂപയ്ക്ക് കുറേ റീഫില്ലർ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് മഷി തീരാനത്ത് വീണ്ടും യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിള്ളേർ പേന ഉപയോഗിച്ച് ചെയ്യാൻ നേരത്തെ എടുത്ത് ദൂരോട്ട് കളയും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പേന അത് റീഫില്ലർ എടുക്കാനുള്ള സൗകര്യം ഇല്ല. അത് വേറൊരു കാര്യമാണ്. മൊത്തത്തിൽ അടച്ചു മൂടി കെട്ടിയ പേനയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് റീഫില്ലർ 2 രൂപയ്ക്ക് പേന കിട്ടും. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങുവാണ്. പ്രത്യേകിച്ച് റീഫില്ലർ വാങ്ങേണ്ട, കയ്യിലൊന്നും മഷിയാവില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കാലം വന്ന മാറ്റങ്ങളെ. പിന്നെ ഇന്ന് ഞാൻ ഒരു മീൽസ്, അതായത് ഇന്ന് പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു ക്യാൻറ്റീന്ന് ഒരു ഫുഡ് കഴിച്ചായിരുന്നു. മീൽസാണ് കഴിച്ചത്. 50 രൂപയ്ക്ക് നല്ല ഫുഡൊക്കെ ആയിരുന്നു. അച്ഛന്മാർ നടത്തണം, കളമശ്ശേരിയിലുള്ള അച്ഛന്മാർ നടത്തേണ്ട ഒരു ക്യാൻറ്റീനാണ്. അവിടെ എല്ലാവരും കൂട്ടമായിട്ട് പോയി ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂട്ടും വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ചമ്മലായിരുന്നു. കാരണം എല്ലാവരും കൂട്ടുകൂടി ഫുഡ് കഴിച്ചപ്പോൾ എനിക്കും ഭയങ്കര അവർ കഴിക്കണുണ്ടപ്പോൾ എനിക്ക് സ്കൂളിലും കോളേജിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് ഓർമ്മ വന്നു. എനിക്കവരെ പരിചയമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാത്രം ഒറ്റപ്പെട്ടിരുന്ന് കഴിച്ചു. മീൽസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ഹോട്ടലുകളിലൊന്നും അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് അവരുടെ എന്താ സംഭവം എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ടൂറ് പോയിട്ടില്ല. കോളേജ് കാലഘട്ടത്തിൽ പോലും പോയിട്ടില്ല കേട്ടോ. കൊച്ചു സ്കൂൾ മുതൽ ഞാൻ പോയിട്ടില്ല. അപ്പോഴാണെങ്കിൽ ഒരു ദിവസം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സെമിനാർ എറണാകുളത്ത് വെച്ച് നടത്തുവാണ്. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും പോകണം. അപ്പോൾ അതിനുള്ള പൈസ എന്ന് പറയുന്നത് നമ്മൾ ലേറ്റായിട്ട് കോളേജിൽ വരുന്നവരിൽ നിന്ന് 50 രൂപ ഫൈൻ വാങ്ങും. അല്ലെങ്കിൽ ബുക്ക് കൊണ്ടുവരാത്തവന് 50 രൂപ ഫൈൻ വാങ്ങും. അങ്ങനെ കുറേ കളക്ഷനുണ്ട്. ആ കളക്ഷനിൽ നിന്നാണ് ഫണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ആ ഫണ്ടുമായിട്ട് ഒരു സെമിനാർ കൂടാൻ വേണ്ടി പോവാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൂട്ടുകാർ കൂടി ബസ്സിലൊക്കെ ടൂർ പോലെ പോകണ ആദ്യത്തെ സംഭവമാണ്. ഞാനും ആഘോഷമായിട്ട് എല്ലാവരുടെയും കൂടെ പോയി കഴിഞ്ഞ് സെമിനാറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന വഴി ഉച്ചയാകാറായി. അപ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കേണ്ടവന്ന് ഞാനിങ്ങനെ ഹോട്ടലിൽ അധികം ഇങ്ങനെ പുറത്ത് ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലാത്ത കാരണം എങ്ങനെ അവിടുത്തെ സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് മീൽസ് അല്ലേടി വേണ്ടേ, നമുക്ക് മീൽസ് കഴിക്കാടി എന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മീൽസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എടി എനിക്ക് ചോറും കറിയും മതിയെന്ന്.
ചോറും കറിക്കാണ് മീൽസെന്ന്. ഞാൻ കോളേജിൽ പഠിക്കണതാണെങ്കിലും പൊട്ടബുദ്ധിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ, അറിയില്ല. എന്നെ ഒത്തിരി എല്ലാവരും കളിയാക്കി കേട്ടോ. കാരണം എനിക്കറിയില്ല, സത്യമായിട്ട് ഞാൻ പറഞ്ഞു അവരോട്, എനിക്ക് മീൽസൊന്നും വേണ്ട, അതിനൊക്കെ ഒത്തിരി പൈസയാവും, എനിക്ക് ചോറും കറിയും മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളുണ്ടാവും. ഇന്നും അതൊന്നും അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവുമായിരിക്കും. ആരും കാണിയല്ല എന്നെപ്പോലെ അല്ലേ. മീൽസ് അതെന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോന്നു. അത് കുറേ കാലം എനിക്ക് എന്നെ കളിയാക്കാനായിട്ട് ഒത്തിരിയൊന്നും കളിയാക്കിയില്ല, എന്നാലും എല്ലാവരുടെ ഫ്രണ്ടിലൊരു ചമ്മൽ വന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അത് പറയുന്നതിൽ എനിക്ക് വിഷമവുമില്ല, പക്ഷേ എനിക്ക് പറ്റിയൊരു സംഭവമാണ്. ഏതായാലും നമ്മുടെ മിഠായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.